ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു മഷ്റൂം ടോസ്റ്റ് ആണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഈ ഒരു ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഷ്റൂം എടുത്തിട്ടുണ്ട്. മഷ്റൂം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിന്റെ മേലത്തെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഇതിപ്പോ ക്ലീൻ ആക്കിയിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷമുള്ള അളവ് എന്ന് പറയുമ്പോൾ 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാനിതാ ഇവിടെ ഈ ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മഷ്റൂമിന്റെ ആ ഒരു സോസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ബട്ടറൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 വലിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ബട്ടറും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 30-40 സെക്കൻഡ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കാം. ഇപ്പൊ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പൊ ഇതാ ഉള്ളിയും അതുപോലെ കൂണൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രം ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പിന്നീട് നമ്മൾ കുറച്ച് ചീസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഉപ്പുള്ളത് കാരണം ഇപ്പൊ കുറച്ച് മാത്രം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി മഷ്റൂം ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഇപ്പൊ കണ്ടില്ല, മഷ്റൂം എന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം നമുക്ക്. ഇപ്പൊ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഷ്റൂമിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഷ്റൂം എല്ലാം തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം, ഇതേ അളവിൽ തന്നെ. അപ്പൊ എന്റെ കയ്യിൽ ഓട്സ് പൊടിച്ചതുള്ളത് കൊണ്ട് ഞാൻ അത് ചേർക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ്, തിളപ്പിച്ചതൊന്നുമല്ല. നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വരട്ടെ. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇപ്പൊ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ സോസ് ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ചീസ് ആണ്. ഞാനിവിടെ ചീസിന്റെ സ്ലൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊസറല്ല ചീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ആ ഒരു ചൂടുകൊണ്ട് തന്നെ ചീസൊക്കെ നമുക്ക് മെൽറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ മെൽറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു ചീസൊക്കെ എത്തി നന്നായിട്ടൊന്ന് സോസ് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പൊ ഇതാ ഇവിടെ നമുക്ക് ടോസ്റ്റിലേക്കുള്ള ഒരു ക്രീമി ആയിട്ടുള്ള മഷ്റൂമിന്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അത് ആ തവയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഭാഗം ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ നമുക്ക് ബ്രെഡൊക്കെ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ കൂടെ നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മഷ്റൂമിന്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അതൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മേലെ കൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ അതിന് പകരം കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പൊ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.